അവസാന ഘട്ടത്തിലേക്ക് ദ്വാരപാലക ശില്പങ്ങളിൽ ആ സ്വർണ്ണ പൂശിയ പാളികൾ സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് പോവുകയാണ്. അനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇതിൻ്റെ ഒരു തുടക്കം 1998 വ്യവസായമായിട്ടുള്ള വിജയം വലിയ സംഭാവന ചെയ്ത സ്വർണ്ണം പൂശിയ ചെമ്പ് പാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവയൊക്കെ അറ്റകുറ്റപ്പണിക്കായി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നു. അന്ന് 2019 42.8 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ ഒരു കണ്ടെത്തൽ. ആ പാളികൾ അഴിച്ചു മാറിയ സമയത്ത് ദേവസ്വം വിജിലൻസിൻ്റെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയോ ഇല്ലാതെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊടുത്തുവിട്ടതും. അതിനുശേഷം അതിൽ നിന്ന് ഏതാണ്ട് 4.5 കിലോയോളം സ്വർണ്ണം പോയി എന്നുള്ള കണ്ടെത്തലൊക്കെ തന്നെ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സ്വർണം വീണ്ടും പൂശാനായി പാളികൾ എടുത്തുകൊണ്ട് പോവുകയും കൂടുതൽ വിവാദങ്ങളാവുകയും പീഠം കാണാനില്ല എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രസ്താവന വരികയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് ആ പീഠമടക്കം കണ്ടെത്തുകയും ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാവുകയും അതിന് ആ വ്യക്തി ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ചോദ്യമുനകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സ്വർണം പൂശിയ പാളികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ആ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിക്കുന്ന ചടങ്ങിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വലതുഭാഗത്തെ ദ്വാരപാലക ശില്പത്തിലുള്ള ഒരു തലയുടെയും അതുപോലെ തന്നെ കിരീടത്തിൻ്റെയും ഭാഗം വരുന്ന പ്രദേശം ആ ഭാഗത്ത് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഏതെങ്കിലും ഒരു ചെറിയ തെറ്റിയാൽ പോലും പാളികൾ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമായിരിക്കുമെങ്കിലും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതാണ്. കാര്യം ഈ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായ ശേഷം ഈ സ്വർണ്ണപ്പാളികൾ അവിടെ സ്ഥാപിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സ്ഥാപിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. ഈ കാര്യത്തിൽ തന്നെ മുൻകൈയെടുത്ത് നേതൃത്വം കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറ്റു രണ്ട് അംഗങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പല സമയങ്ങളിലും ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിനെ തള്ളുകയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സ്വയം പ്രതിരോധരാവുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പ്രസിഡന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു മുഖമായിരിക്കാം അദ്ദേഹത്തിന് ഉണ്ടാവുക. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോഴും വലിയ തിരക്ക്. ഇപ്പോൾ ഫ്ലൈ ഓവർ ശബരിമലയിൽ ശ്രീകോവിലിൻ്റെ ഇരു ഭാഗത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ കവചം പതിപ്പിക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇടതുഭാഗത്തെ സ്വർണ്ണ കവചം പുനഃസ്ഥാപിക്കുന്ന പൂർത്തിയായി കഴിഞ്ഞു. മറുഭാഗത്തെ കൂടി അതിൻ്റെ അവസാന ഒരു ശ്രമത്തിലാണ്. അവസാന പാളി ശിരസ്സും ഒക്കെ ഭാഗം വരുന്ന പാളി കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ നടപടികൾ അവസാനിക്കും. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, നാളെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ല, ഓൾറെഡി അത് ഫില്ലായിരിക്കുന്നു. മറ്റന്നാൾ അതായത് ഞായറാഴ്ച 19-ാം തീയതി ഏകദേശം ഒരു 15,000-ഓളം സ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞായറാഴ്ച 15,000-ഓളം സ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. 20-ാം തീയതി തിങ്കളാഴ്ച പക്ഷേ കുറച്ചുകൂടി കൂടുതൽ സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. എന്നാൽ ചൊവ്വാഴ്ച 21-ാം തീയതി വളരെ കുറച്ച് സ്ലോട്ടുകൾ മാത്രമാണ്. പ്രത്യേകിച്ചും വൈകുന്നേരം 5 to 6 സമയത്തൊക്കെ 2 സ്ലോട്ട് മാത്രമാണ് ഉള്ളത്. 6 മണി മുതൽ 7 മണി വരെ 218, 7 to 8 678, പിന്നീടുള്ള സമയം 710, 428, അങ്ങനെ വളരെ കുറച്ച് സ്ലോട്ടുകൾ. അന്നത്തെ രാവിലെ 6 to 7 ആണെങ്കിൽ 468 സ്ലോട്ട്. അങ്ങനെ വളരെ കുറച്ച് സ്ലോട്ടുകൾ മാത്രമാണ് 21-ാം തീയതി അവൈലബിൾ ആയിട്ടുള്ളൂ. 19-നും 20-ാം തീയതിയാണ് കുറച്ചുകൂടി കൂടുതൽ സ്ലോട്ടുകൾ ഉള്ളത്.